ഇന്നുണ്ടല്ലോ നമ്മളിതേ തൊടിയിലാണ് കേട്ടോ വന്നിരിക്കണത്. എന്താണെന്ന് വെച്ചാൽ കർക്കിടക മാസമൊക്കെ അല്ലേ, അപ്പോൾ കുറച്ച് ഇലകളൊക്കെ വെച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ നടക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇവിടെ മത്തൻ്റെ ഇല നിൽപ്പുണ്ടേ. അപ്പോൾ ഓരോ ദിവസം ഓരോന്ന് വെക്കാം. എല്ലാ ദിവസവും നമുക്ക് വെക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല, കാരണം പ്രത്യേകിച്ച് നമുക്ക് എല്ലാതൊന്നും കിട്ടാനില്ല. ഇവിടെ ചേമ്പിൻ്റെ ഇല, ചേനയുടെ ഇല, മത്തൻ്റെ ഇല, കോവലിൻ്റെ ഇല, പയറിൻ്റെ ഇല കിട്ടാനില്ല കേട്ടോ. പിന്നെന്താ, അങ്ങനത്തെ ഇലകളൊക്കെ നമുക്ക് കിട്ടാറുള്ളൂ. അപ്പോൾ കിട്ടുന്ന ഇലയൊക്കെ വെക്കാമല്ലോ, ഓരോ ദിവസം ഓരോന്ന് വെക്കുക വെച്ചിട്ടാണ് ഉള്ള. ഇന്ന് എൻ്റെ അച്ഛമ്മയൊക്കെ വെക്കുന്ന ഒരു രീതിയിലാണ് കേട്ടോ വെക്കുന്നത്. അച്ഛമ്മ വെക്കുന്ന ആ മത്തൻ്റെ ഇലയുടെ കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുപോലെ വെക്കുക വെച്ചിട്ടാണ്, തോരനായിട്ടല്ല കേട്ടോ വെക്കുന്നത്. അപ്പം നമുക്കേ പറിച്ചെടുത്തിട്ട് വരാം. ഇതിൻ്റെ അറ്റുണ്ടല്ലോ പൊട്ടിപ്പോയിട്ടോ. അപ്പം അതിന് ചേട്ടൻ്റെ ഒന്ന് ചീത്ത വെച്ചെന്ന് പറയുന്നത്. ഞാനുണ്ടല്ലോ നമ്മുടെ പഴയ കട്ടിംഗ് ബോർഡൊക്കെ കളഞ്ഞു കേട്ടോ. നമ്മുടെ കിച്ചൻ്റെ വർക്ക് നടക്കുന്ന സമയത്ത് അതൊക്കെ എടുത്ത് കളഞ്ഞു. പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ ആയിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ കട്ടിംഗ് ബോർഡ് പിന്നെ ഞാൻ വാങ്ങിയിട്ടില്ല, അത് മറന്നു. ഇപ്പോൾ ചപ്പാത്തി പറയലാണ് കേട്ടോ ഞാൻ മിക്കവാറും കട്ട് ചെയ്യുന്നത്. ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് അത് അങ്ങോട്ട് അരിക്കുക, അത്രേ വേണ്ടുള്ളൂ. അങ്ങനെ നമ്മുടെ മത്തൻ്റെ ഇലയൊക്കെ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി എന്താ, 2 ഉള്ളി, 2 വെളുത്തുള്ളി, അതുപോലെ തന്നെ 2 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ടേ. അത് നമ്മുടെ ഇടികല്ലിലിട്ടിട്ട് അങ്ങ് ഇടിച്ചെടുക്കുക. ഇടിച്ചെടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. സാധാരണ നമ്മൾ അരിഞ്ഞെടുത്തതിനേക്കാൾ അതുപോലെ തന്നെ നമ്മൾ ചോപ്പറിലൊക്കെ അരിഞ്ഞെടുക്കുമല്ലോ, അപ്പോൾ അതിനേക്കൊക്കെ ടേസ്റ്റ് ഇടിച്ചെടുത്താണ് കേട്ടോ. പ്രത്യേകിച്ച് ഇങ്ങനത്തെ പഴയ കറികൾക്കൊക്കെ ഉണ്ടല്ലോ, ഇടിച്ചെടുക്കുക തന്നെയാണ് നല്ലത് കേട്ടോ. ഞാനുണ്ടല്ലോ മട്ടരിയുടെ കഞ്ഞിവെള്ളമാണ് എടുത്തേക്കണത്. മട്ടരിയുടെ കഞ്ഞിവെള്ളം കൊണ്ടാണ് അച്ചമ്മയൊക്കെ ഉണ്ടാക്കാറ് കേട്ടോ. ബാക്കി കഞ്ഞിവെള്ളം കൊണ്ട് ഉണ്ടാക്കിയിട്ട് എനിക്കറിയില്ല അത്ര ടേസ്റ്റ് ഉണ്ടാവുമോയെന്ന്. എന്തായാലും ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്ന് എനിക്കറിയാം കേട്ടോ. നമ്മുടെ ആ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ ഒരു ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് അങ്ങ് തിളപ്പിച്ചെടുക്കുക. ഒന്ന് തിളയ്ക്കുന്ന സമയത്ത് തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, അതുപോലെ തന്നെ നമ്മൾ ചതച്ച് വെച്ചൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി അത് കുറച്ച് തിള വരുമ്പോൾ ഉണ്ടല്ലോ മത്തൻ്റെ ഇല ഇട്ട് കൊടുക്കുക കേട്ടോ. മത്തൻ്റെ ഇല ഇട്ടിട്ട് അധികം നേരമൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല, ഒരു 2 സെക്കൻഡൊക്കെ വെച്ചാൽ മതി കേട്ടോ. അത് നന്നായിട്ട് തിള വരുന്ന വരെ മാത്രം വെച്ചാൽ മതി. കാരണം എന്ന് വെച്ചാൽ ഇലകൾ എപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ, ഒരുപാട് വെന്ത് പോയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എത്രയും വേണ്ടുള്ളൂ അപ്പോഴേക്കും നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യുക. കുറച്ച് വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ച് കൊടുക്കുക മുകളിലേക്ക്. ഇത്ര തന്നെ കേട്ടോ, നല്ല ടേസ്റ്റുള്ള കറിയാണ്, അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ്. ഇങ്ങനെ തന്നെയാണ് കേട്ടോ. മുരിങ്ങയിലയും വയ്ക്കാം, നല്ല ടേസ്റ്റ് ഉണ്ടാവും. കൂടുതലും മുരിങ്ങയില ഞാൻ കഞ്ഞിവെള്ളത്തിൽ അങ്ങനെ വെക്കാറില്ല കേട്ടോ. ഇനിയിപ്പോൾ എന്താ, കുറച്ച് മീൻ നമ്മൾ 2 ദിവസം മുന്നേ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് വെക്കാന്ന് വെച്ചിട്ടാണ് കേട്ടോ. മത്തി തന്നെയാണ്, പക്ഷേ സാധാരണ വെക്കണേന്നും വ്യത്യസ്തമായിട്ടാണ് കേട്ടോ ഞാൻ വെക്കുന്നത്.
നമ്മൾ കുറച്ച് മത്തി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന്ന് ആദ്യത്തെ പ്രാവശ്യം നമ്മൾ കുരുമുളകൊക്കെ ഇട്ടിട്ടുള്ള കറി വെച്ചിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ രണ്ടാമതാണ് കേട്ടോ നമ്മളത് എടുക്കുന്നത്. ഇനി ഒരു തവണ എടുക്കാനുള്ളതും കൂടി നമ്മുടെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് കേട്ടോ. അത് ഞാൻ സായന് വേണ്ടി മാറ്റി വെച്ചാണ്. അപ്പോൾ എപ്പം ഈ മത്തിക്കറി വെക്കുകയാണെങ്കിലും എനിക്ക് അവളെ ഓർമ്മ വരിക കേട്ടോ. കാരണം അവൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് കറി വെക്കണത് എങ്ങനെയെന്ന് നോക്കാം അല്ലേ. ചട്ടി എടുക്കുക, അതിലേക്ക് എണ്ണ ഒഴിക്കുക, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ചധികം മുളക് പൊടി കേട്ടോ. അതായത് കാശ്മീരി ചില്ലിയും സാധാ മുളക് പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കുക. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അതുപോലെ തന്നെ ചെറിയുള്ളി ചതച്ചതും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അതൊക്കെ ഒന്ന് ആയി വരുന്ന സമയത്തുണ്ടല്ലോ നമ്മുടെ മത്തി അങ്ങ് നിരത്തി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക. സത്യം പറഞ്ഞാൽ ഞാൻ ഉപ്പിടാൻ പറയാൻ മറന്നു. ഉപ്പും കൂടി ആദ്യം ഇട്ട് കൊടുക്കണേ. പിന്നെ ഞാൻ പുളിവെള്ളം ആദ്യം ഒഴിച്ച് കൊടുത്തിട്ട് അതൊക്കെ റെഡിയാക്കി എടുത്തിട്ട് മത്തി നിരത്തുവാണെങ്കിൽ നല്ലതാണ്. പക്ഷെ ഞാൻ ലാസ്റ്റാണ് കേട്ടോ പുളിവെള്ളം ഒഴിച്ച് കൊടുത്തത്. അപ്പോൾ നല്ല കറിയാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിന് വാളംപുളിയാണ് കേട്ടോ കുറച്ചുകൂടെ നല്ലത്. കുടംപുളിയൊക്കെ സാധാരണ നമ്മുടെ കുടംപുളിയാണല്ലോ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടെ. പക്ഷേ എനിക്ക് മത്തി എപ്പോഴും വാളംപുളിയിൽ വെക്കണം കേട്ടോ ഇഷ്ടം. ബാക്കിയുള്ള മീനുകൾ എന്തോ ആയിക്കോട്ടെ, പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് കഴിക്കുന്ന ആളെന്നല്ല മീൻ, എന്നാലും എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ചെങ്കിലും കഴിക്കും കേട്ടോ. പിന്നെ രാവിലത്തെ ഞാനൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. ഇന്ന് നമ്മൾ തൊടിയിലേക്ക് ഇറങ്ങിയത് മാത്രമാണല്ലോ കാണിച്ചത്. രാവിലത്തെ ഒരുവിധം പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. സച്ചുവിനെ സ്കൂളിലേക്കൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. ഉച്ചയൂണിനുള്ള കറികളാണ് കേട്ടോ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കിന്ന് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ടും അവനിന്ന് കഴിക്കാൻ വേണ്ടിയിട്ടും ദോശയും അതുപോലെ പുതിനയിലയുടെ ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ കുറേ നാളായി നമ്മൾ ദോശ ഉണ്ടാക്കിയിട്ട്. നമ്മളതിനധികം ഇപ്പോൾ മോർണിംഗ് റൊട്ടീനൊന്നും ഇടണില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളറിയാത്തതും. ഒരുപാട് നാളായിട്ടോ നമ്മൾ ദോശ വീട്ടിലുണ്ടാക്കിയിട്ട്. അപ്പോൾ എനിക്കുള്ള ചായയും അതുപോലെ തന്നെ ദോശയൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ജിമ്മൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഉച്ചയായിട്ടുണ്ട് കേട്ടോ. അമ്പാഴങ്ങ അച്ചാറിട്ടു. സംഭവം നോക്ക്. ഇത് മത്തൻ്റെ എല്ലാം എങ്ങനെയുണ്ട്? കഴിച്ചിട്ടില്ല രാവിലെ ഉള്ളതുപോലെ പറഞ്ഞാൽ മതി. അച്ചമ്മ അങ്ങനെ വെക്കുക. വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. മത്തി നന്നായിട്ട്. മത്തി എന്ന് വെച്ചാൽ ഇപ്പൊ ഒന്നുണ്ടാക്കിയ സ്റ്റൈലും കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയത് നന്നായിട്ടുണ്ട്. അതിന് മുന്നേ നമ്മളെന്ന് വെച്ചാൽ കുടംപുളി ഇട്ട് വെക്കുമ്പോ അത്ര ടേസ്റ്റ് ഇല്ല. ഇതല്ലേ ടേസ്റ്റ്? പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്.